നമസ്കാരം. ഉപനിഷത്തുക്കളിലൂടെ എന്ന ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഐതരീയോപനിഷത്ത് എപ്പിസോഡ് 84. ഈ ജീവൻ ആദ്യമായി പുരുഷനിൽ രേതസ്സിന്റെ രൂപത്തിൽ ഗർഭമായി ഭവിക്കുന്നു. എല്ലാ അംഗങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുള്ള സാരഭൂതവും രേതോരൂപിയുമായ ആത്മാവിനെ പുരുഷൻ തന്നിൽ തന്നെ ധരിക്കുന്നു. എപ്പോൾ അവൻ അതിനെ ഒരു സ്ത്രീയിൽ അർപ്പിക്കുന്നു, അപ്പോൾ അവൻ അതിനെ ജനിപ്പിക്കുന്നു. അത് അവന്റെ ആദ്യത്തെ ജന്മമാണ്. ആ വീര്യം സ്വന്തം അവയവം എന്ന പോലെ സ്ത്രീയുടെ ആത്മഭാവത്തെ പ്രാപിക്കുന്നു. അത് നിമിത്തം അത് അവളെ ഉപദ്രവിക്കുന്നില്ല. അവൾ തൻ്റെ ഉദരത്തിൽ പ്രവേശിച്ചിട്ടുള്ള ഭർത്താവിൻ്റെ ഈ ആത്മാവിനെ പരിപാലിക്കുന്നു, പോഷിപ്പിക്കുന്നു. സംരക്ഷണം ചെയ്യുന്നവൾ പരിപാലിക്കപ്പെടേണ്ടവളായി ഭവിക്കുന്നു. സ്ത്രീ ഗർഭത്തെ ജനനത്തിന് മുമ്പ് തന്നെ ധരിക്കുന്നു. അച്ഛനായ പുരുഷൻ കുമാരനെ ജനനത്തിനു ശേഷം ആദ്യമായി പാലിക്കുന്നു എന്നതുകൊണ്ട് ഈ ലോകങ്ങളുടെ തുടർച്ചയ്ക്കായി തൻ്റെ ആത്മാവിനെ തന്നെ പരിപാലിക്കുന്നു. ഇങ്ങനെ ഈ ലോകങ്ങൾ തുടർന്ന് നിലനിൽക്കുന്നു. അത് ഇവന്റെ രണ്ടാമത്തെ ജന്മമാകുന്നു. പിതാവായ ഇവന്റെ ഈ ആത്മാവ്, അതായത് പുത്രൻ, ശാസ്ത്രാനുസാരികളായ പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നതിനുള്ള പ്രതിനിധിയാക്കുന്നു. അതിനുശേഷം ഈ പുത്രന്റെ മറ്റൊരു ആത്മാവായ പിതാവ് കൃതകൃത്യനായി വാർദ്ധക്യം പ്രാപിച്ചു മരിക്കുന്നു. അവൻ ഇവിടെ നിന്ന് ദേഹം പരിത്യജിക്കുമ്പോൾ തന്നെ വീണ്ടും ജനിക്കുന്നു. ഇതിവന്റെ മൂന്നാമത്തെ ജന്മമാണ്. അതിനെ സംബന്ധിച്ച് ഋഷിയാൽ പറയപ്പെട്ടിട്ടുണ്ട്: ഞാൻ ഗർഭത്തിൽ വെച്ച് തന്നെ ഈ ദേവന്മാരുടെ എല്ലാ ജന്മങ്ങളെയും അറിഞ്ഞു. 100 ഇരുമ്പ് കൊണ്ടുള്ള ശരീരങ്ങൾ എന്നെ താഴോട്ട് രക്ഷിച്ചിരുന്നു. പിന്നീട് പരുന്തെന്ന പോലെ വേഗത്തിൽ പുറത്തു വന്നു. വാമദേവൻ ഗർഭത്തിൽ കിടന്ന് തന്നെ ഇങ്ങനെ പറഞ്ഞു. നമസ്കാരം. അടുത്തത് ബാക്കി നാളെ.